ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ ഒരു മലയാള സിനിമയാണ്. മൂവിന്റെ പേര് സൈമൺ ഡാനിയൽ. ആർക്കിയോളജിസ്റ്റ് ആയ നായകന്റെ കൂട്ടുകാരൻ ഒരു സ്പെഷ്യൽ ഡയമണ്ട് അന്വേഷിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയാണ്. എന്നാൽ അവിടേക്ക് അതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയം അയാൾ പെട്ടെന്ന് കാണാതാവുന്നു. അങ്ങനെ കാണാതായി കൂട്ടുകാരനെ അന്വേഷിച്ച് നായകൻ അവിടേക്ക് എത്തുവാണ്. അങ്ങനെ നായകൻ ആ കൂട്ടുകാരനെ കണ്ടുപിടിക്കുവോ? ഡയമണ്ട് അന്വേഷിച്ചു പോയ നായകന്റെ കൂട്ടുകാരൻ എന്ത് പറ്റി? ഈ അന്വേഷണത്തിനിടയിൽ നായകന് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം പറയുന്ന ഒരു അടിപൊളി മൂവിയാണിത്. ശരിക്കും ഒരു ത്രില്ലിംഗ് മൂവി. അപ്പൊ ഈ ഒരു മൂവിന്റെ കഥ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ആക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ മാർഗരറ്റ് എന്ന് പറയുന്ന ഒരു ഫോറിൻ ലേഡിനെ കാണിക്കുന്നു. അവരിപ്പോ അവരുടെ വളർത്തുമകളായ കാതറിനോടൊപ്പം സാറ്റ് കളിക്കുവാണ്. ഇതേ സമയം വീട്ടില് അവരുടെ ഭർത്താവായ ഗിരിഗിരിനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവര് ദത്തെടുത്ത ആ കുട്ടി, അതായത് കാതറിൻ, ഒളിച്ചു കളിക്കുന്നതിനിടയില് തൊട്ടപ്പുറത്തെ ഒരു പടിക്കെട്ടി വന്ന് അങ്ങനെ ഒളിച്ചിരിക്കുവാണ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ടും ആ കുട്ടീനെ കാണാതാവുമ്പോ അവിടെ അന്വേഷിച്ചു വരുവാണ് മാർഗരറ്റ്. ഈ സമയം അവിടെ ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പാവം മാത്രമേ കിടപ്പുള്ളായിരുന്നു. അങ്ങനെ ഇപ്പൊ മാർഗരറ്റ് അവരുടെ ഭർത്താവ് മനസ്സിലാക്കുവാണ് അവരുടെ ആ കുട്ടീനെ ആരെ തട്ടിക്കൊണ്ടുപോയെന്ന്. അങ്ങനെ ആ സിനിമ കട്ടായി ഇപ്പൊ പ്രസന്റിലേക്ക് വരുന്നു. ഈ സമയത്ത് കാണിക്കുന്നത് സൈമൺ ഡാനിയൽ എന്ന് പറയുന്നത് നമ്മുടെ നായകനെയാണ്. അവനൊരു പ്രഗത്ഭനായ ആർക്കിയോളജിസ്റ്റ് ആണ്. നായകൻ ഇത്രയും നാളും സൈബീരിയയിലായിരുന്നു. ഇപ്പൊ നാട്ടിലേക്ക് എത്തിയ നായകനാണെങ്കിൽ അവന്റെ ഗുരുവിനെ വന്ന് കാണുവാണ്. ഇയാളുടെ ശിക്ഷണത്തിലാണ് നായകൻ പഠിച്ചു വളർന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നായകന്റെ കൂടെ സന്തോഷ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു, അവന്റെ കൂട്ടുകാരൻ. അയാളും ഇവനെ പോലെ തന്നെ വലിയൊരു ആർക്കിയോളജിസ്റ്റ് ആണ്. അങ്ങനെ ഇപ്പൊ നാട്ടിലെത്തിയിട്ട് സന്തോഷിനെ കാണാൻ കഴിഞ്ഞില്ല. അവൻ എവിടെ ഉണ്ടെന്ന് ഇപ്പൊ നായകൻ ഗുരുവിനോട് ചോദിക്കുവാണ്. ഈ സമയം ഗുരുവാണെങ്കിൽ നായകനോട് 80 കൊല്ലങ്ങൾക്ക് മുമ്പ് മാർഗരറ്റിന്റെ ജീവിതത്തിൽ നടന്ന ആ കഥ അങ്ങനെ ഇപ്പൊ പറയാൻ തുടങ്ങുന്നു. അന്ന് ഒളിച്ചു കളിക്കുന്നതിനിടയിൽ അവരുടെ വളർത്തുമകളായ കാതറിനെ കാണാതാവുന്നുണ്ടായിരുന്നല്ലോ. അന്ന് മുതൽ മാർഗരറ്റ് അവരുടെ ഭർത്താവ് ഒരുപാട് സങ്കടപ്പെട്ട് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വർഷം എത്ര കഴിഞ്ഞാലും ഒരു ദിവസമെങ്കിലും അവൾ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ അവരുടെ രണ്ടുപേരും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പ്രതീക്ഷയുമായിട്ടാണ് അവരങ്ങനെ ജീവിച്ചു വന്നുകൊണ്ടിരുന്നത്. ഇൻ കേസ് അങ്ങനെ അവൾ തിരിച്ചു വന്നാൽ അവൾക്ക് നൽകാനായിട്ട് അവര് വളരെ വിലപിടിപ്പുള്ള ഒരു റൂബി ഡയമണ്ട് അവരുടെ ആ വലിയ കൊട്ടാരത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പൊ റീസെന്റ് ആയിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയ ആർക്കിയോളജിസ്റ്റ് ആയ സന്തോഷ് ആ ഡയമണ്ട് കണ്ടെത്താൻ വേണ്ടി ആ കൊട്ടാരത്തിലേക്ക് പോയതാണ്. പക്ഷെ പോയ അവൻ ഇതുവരെ തിരിച്ചു വന്നില്ല. അവൻ എന്ത് പറ്റിയെന്നൊരു വിവരമില്ല. ഇതെല്ലാം കേട്ട നമ്മുടെ നായകനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണമെന്നും പറഞ്ഞ് വണ്ടി എടുത്ത് നേരെ ആ ബംഗ്ലാവിലേക്ക് വിടുവാണ്. ആനമല ബംഗ്ലാവ് എന്നായിരുന്നു എല്ലാരും അതിനെ വിളിച്ചിരുന്നത്. അങ്ങനെ ഇപ്പൊ ആ സ്ഥലത്തേക്ക് റീച്ച് ആവുന്ന നായകൻ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ സമയം ഹോട്ടലിൽ നടത്തുന്ന ചേച്ചിന്റെ മകളോട് നായകൻ ആ ബംഗ്ലാവിനെ പറ്റിയുള്ള ചില കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു. ഈ സമയം പെൺകുട്ടി പറഞ്ഞു കൊടുക്കുവാണ്, സാറേ ഇതിനു മുമ്പേ ആ ബംഗ്ലാവിനെ പറ്റി അന്വേഷിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരോട് വന്നതാണ്. കാണാതായ മകളെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഒരുപാട് വേദനിച്ചാണ് മാർഗരറ്റ് മാതാവ് മരിച്ചത്. അതുകൊണ്ട് അവരുടെ പ്രേതം അവിടെ അലഞ്ഞിരിക്കുന്നതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ബംഗ്ലാവിനെ പറ്റി അന്വേഷിക്കാൻ പറ്റുന്നവരെയല്ല മിക്കവാറും അവരുടെ ആത്മാവായിരിക്കും പിടിച്ചോണ്ട് പോകുന്നത്. അവള് പേടിപ്പിക്കുന്ന പോലെ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് നായകനാണെങ്കിൽ ഒരു കുലുക്കവും ഇല്ല. രണ്ടും കൽപ്പിച്ച് നമ്മുടെ നായകൻ അങ്ങനെ അടുത്ത സീനിൽ ആ ബംഗ്ലാവിലേക്ക് റീച്ച് ആവുകയാണ്. പിന്നെ വണ്ടിയിൽ നമ്മുടെ നായകൻ ഈ ബംഗ്ലാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയം വഴിയിൽ വെച്ച് ഒരു ഫോട്ടോഗ്രാഫറായ പെൺകുട്ടീനെ നായകൻ കാണുന്നുണ്ടായിരുന്നു. ആ പെണ്ണാണ് നമ്മുടെ മൂവിലെ നായിക. അങ്ങനെ ആ സീനോടെ കെട്ടായി അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായകൻ ജോഗിങ്ങിന് ഇറങ്ങുന്ന സമയം വഴിയിൽ വെച്ച് അവളെ വീണ്ടും കാണുന്നു. അങ്ങനെ ഇപ്പൊ നായകനോടെ പരിചയപ്പെടുവാണ്. സ്റ്റെല്ല എന്നായിരുന്നു അവളുടെ പേര്. BBC വേണ്ടി ഒരു ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടിയാണ് അവൾ അവിടേക്ക് വന്നതെന്നൊക്കെയാണ് ഈ സമയത്ത് അവൾ നായകനോട് പറയുന്നത്. അങ്ങനെ ആ സീനോടെ കെട്ടായി അടുത്ത സീനില് മാത്യു മുതലാളിനെ കാണിക്കുന്നു. ഇയാളാണ് ഇപ്പൊ ആ ബംഗ്ലാവ് നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ബംഗ്ലാവിന്റെ ഓണറാണ് ഇപ്പൊ ഇയാള്. അങ്ങനെ ഇപ്പൊ നായകൻ അയാളെ കണ്ടിട്ട് എനിക്ക് ഈ ബംഗ്ലാവ് വാങ്ങാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട മുതലാളി പറയാണ്, ശരി അങ്ങനെയാണെങ്കിൽ ഈ ബംഗ്ലാവും പരിസരവും ഒക്കെ ആദ്യം നീ ഒന്ന് ചുറ്റി നടന്ന് കാണും. എന്നിട്ട് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ പറഞ്ഞ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇങ്ങനെല്ലാം പറഞ്ഞ് മാത്യു ആണെങ്കിൽ അയാളുടെ പണിക്കാരന് നായകന്റെ സ്ഥലം എല്ലാം കാട്ടിക്കൊടുക്കാൻ പറഞ്ഞ് അവന്റെ കൂടെ വിടുവാണ്. അങ്ങനെ ഇപ്പൊ അവിടെ മുഴുവൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്യുവിന്റെ ആ പണിക്കാരൻ നായകനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന സമയം മാത്യു മുതലാളി ആളെങ്ങനെയാ ഇങ്ങനെ നായകൻ അയാളോട് ചോദിക്കുന്നു. അപ്പൊ പണിക്കാരൻ പറഞ്ഞു കൊടുക്കുവാണ് മുതലാളിക്ക് രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടാണ്. അങ്ങനെ അയാളുടെ ആ ഹോൾഡ് കൊണ്ട് അയാളെ ബംഗ്ലാവും പരിസരം എല്ലാം കൈക്കലാക്കിയതാണെന്ന്. അടുത്ത സീനിലെ ആ പണിക്കാരൻ നായകനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടുത്തെ സ്ഥലം എല്ലാം കാട്ടിക്കൊടുക്കുവാണ്. ഈ സമയം നായകൻ ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടി വന്ന നായികനെ അതുപോലെ നായകനെന്ന് പരിചയപ്പെട്ട ആ ഹോട്ടൽ മുതലാളിന്റെ മകളിലെ അവളെ വിളിക്കുന്നുണ്ട് കൂടെ. അങ്ങനെ അവരെല്ലാരും കൂടി ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ നായകനും നായികയും തമ്മിൽ നന്നായിട്ട് അടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആ ബംഗ്ലാവ് വാങ്ങുവാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ബംഗ്ലാവിൽ തന്നെ നായകനും താമസവും ആ മുതലാളി സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ആ ബംഗ്ലാവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നായകൻ അവിടെ കുറെ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാൻ തുടങ്ങുന്നു. അതായത് അന്ന് കാണാതായ ആ കുഞ്ഞി കാതറിന് അവിടേക്ക് വരുന്നതായിട്ടും ഒച്ചയുണ്ടാക്കി അവിടെ നോടി പോകുന്നതൊക്കെ ആയിട്ട്. എന്ന് നായകൻ ആ സമയത്ത് മനസ്സിലാവുകയാണ് ഇതാരെ തന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണെന്ന്. അങ്ങനെ ഇപ്പൊ നായകൻ അവരെ കൈയോടുകൂടി പിടിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ആ ബംഗ്ലാവിലുള്ള ജോലിക്കാരെ പ്ലേ ആയിരുന്നു എന്ന്. അങ്ങനെ ഇപ്പൊ നായകൻ അവരോട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടിയെന്ന് ചോദിക്കുവാണ്. അപ്പൊ വേറെ നിവൃത്തിയില്ലാതെ അവര് കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഈ ജോലി
ജോലിക്കാരുടെ അമ്മൂമ്മ മാർഗരറ്റ് എന്ന് പറയുന്ന മദാമ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ വേലക്കാരിയായിരുന്നു. മാർഗരറ്റ് മരിക്കുന്നതിന് മുമ്പ് അവരിവരുടെ അമ്മൂമ്മേന്റെ കയ്യിൽ കാതറിന് എന്തെങ്കിലും തിരിച്ചു വന്നാൽ അവളെ ഏൽപ്പിക്കാനായിട്ട് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബംഗ്ലാവും പരിസരവും അവൾക്കുള്ളതാണ്, മറ്റാരും ഈ ബംഗ്ലാവ് സ്വന്തമാക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഉറപ്പും വാങ്ങി അവരുടെ മുത്തശ്ശിക്കായിരുന്നു മാർഗരറ്റ് ആ ബംഗ്ലാവ് കൈമാറിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കാലക്രമേണ മാത്യു മുതലാളി അയാളുടെ രാഷ്ട്രീയ പിടിപാട് വെച്ച് ഇത് സ്വന്തമാക്കി. എന്നാൽ ഇനി ബംഗ്ലാവ് മറ്റൊരാളുടെ കയ്യിലേക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടി നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിച്ചതെന്നല്ല ഈ സമയത്ത് അവര് നായകനോട് പറയുന്നു. ഇതെല്ലാം കേട്ടു കഴിഞ്ഞ നായകൻ, ശരി എന്തായിരുന്നു അന്ന് മാർഗരറ്റ് കാതറിന് തിരിച്ചു വന്ന അവയെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് നിങ്ങളെ മുത്തശ്ശിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്? അങ്ങനെ നായകന്റെ ചോദ്യം കേട്ട് ഈ സമയത്ത് അവരാണെങ്കിൽ ആ സമ്മാനം നായകനെടുത്ത് കൊടുക്കുവാണ്. അതിനിപ്പോ നായകനെ തുറന്നു നോക്കുന്നു. അതിൽ അവരുടെ ഒരു കത്തും ഒരു കാളന്റെ രൂപമായിരുന്നു. ആ കത്ത് കൊടുക്കുന്നു ഓക്കെ, എന്നാൽ ഈ കാളന്റെ രൂപം എന്തിനാണെന്നുള്ള കാര്യം ഈ സമയത്ത് നായകൻ ആലോചിക്കുവാണ്. അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ലീഡ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നായകൻ മാർഗരറ്റിന്റെ പൂട്ടി കിടന്ന റൂമല്ല ഒന്ന് പരിശോധിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് നായകൻ ഒരു ബുക്ക് കിട്ടുവാണ്. ആ ബുക്കിന്റെ പുറംചട്ടയില് ഇതേപോലത്തെ ഒരു കാളന്റെ പിക്ചർ ഉണ്ടായിരുന്നു. അത് മാർഗരറ്റ് മദാമ കാതർ എന്ന് പറയുന്ന അവളുടെ മകൾക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരു ബുക്കായിരുന്നു. അടുത്ത ദിവസം നായകൻ അന്ന് കാതറിനെ കാണാതായ ആ പടിക്കെട്ടിന്റെ സ്ഥലത്ത് പോയിരുന്ന് അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കുവാണ്. അപ്പൊ ആ പടിക്കെട്ടിന്റെ ഭാഗത്ത് ഒരു കല്ല് മാത്രം ഇങ്ങനെ ഇളകിയിരിക്കുന്നത് നായകൻ നോട്ട് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ നായകനെ തെരഞ്ഞു മാറ്റുന്ന സമയം അതിനകത്ത് നിന്ന് നായകൻ ഒരു പഴയ ബോക്സ് കിട്ടുന്നു. ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് പാമ്പും കോടിയും പോലെയുള്ള ഒരു പസിലായിരുന്നു. അതുപോലെ അതിന്റെ കൂട്ടത്തില് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു മ്യൂസിക് പേപ്പറും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇത് കാണുമ്പോൾ നായകൻ ഉറപ്പിക്കുകയാണ് ഇതെല്ലാം നിധിയിലേക്കുള്ള ക്ലൂ ആണെന്ന്. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് നായകന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നു. ഈ നിധി അന്വേഷിച്ചു വന്ന നായകന്റെ ഫ്രണ്ടായ സന്തോഷില്ലേ, അയാൾക്ക് ഓൾറെഡി ഈ പെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. എന്നാൽ അങ്ങനെ ആ പെട്ടി കിട്ടിയിട്ടും അതിലെ പസിൽസ് കണ്ടിട്ടും അവൻ എന്തിനായിരിക്കും അതെല്ലാം വീണ്ടും പാക്ക് ചെയ്ത് ഇവിടെ തന്നെ തിരിച്ചു വെച്ചതെന്ന് നായകൻ ഈ സമയത്ത് ആലോചിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ നായകൻ അവിടെ കൂടി ഒന്ന് ജോഗിങ്ങിന് പോവാണ്. ഈ സമയം നായകൻ ഒരു സ്ഥലം കണ്ട് കുറച്ചുപേർ അവിടെ തന്നെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് എന്തോ ഒരു ഡൗട്ട് തോന്നി അവിടേക്ക് പെട്ടെന്ന് പോലീസുകാരെ വിളിച്ചു വരുത്തി ആ സ്ഥലം അവൻ മാന്തിക്കുവാണ്. അങ്ങനെ മാന്തി നോക്കുന്ന സമയത്ത് അവിടുത്തെ ആ മണ്ണിനടിയിൽ നിന്ന് നായകന്റെ ഫ്രണ്ടായ സന്തോഷിന്റെ ബോഡി കിട്ടുവാണ്. അങ്ങനെ അടുത്ത സീനിലെ പോലീസുകാരാണെങ്കിൽ നായകനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ബോഡി അവിടെ തന്നെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ കണ്ടെത്തിയും ചോദിക്കുവാണ്. അപ്പൊ നായകൻ അതിനെ പറ്റി പറയാൻ തുടങ്ങുന്നു. സാർ ഇന്ന് ജോഗിങ്ങിന് ഇറങ്ങുമ്പോഴാണ് ഞാൻ ആ സ്ഥലം ശ്രദ്ധിച്ചത്. ഒരു ബോഡി താഴെ ചീഞ്ഞൊഴുകുന്നോണ്ടായിരിക്കും ആ സ്ഥലത്തിലെ മണ്ണിന് ഒരു പ്രത്യേക നിറം ഉണ്ടായിരുന്നു. അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന പുല്ലുകൾക്ക് ഒരു പ്രത്യേക വളർച്ചയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയാണ് ഞാൻ നിങ്ങളെ എവിടേക്ക് വിളിച്ചു വരുത്തി ആ സ്ഥലം ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ചത്. അങ്ങനെ ആ സിനിമ കട്ടാവുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്റ്റെല്ല എന്ന് പറയുന്നത് നമ്മുടെ നായകനായിട്ട് കൂടുതൽ ക്ലോസ് ആയതുകൊണ്ട് ഇപ്പൊ അവനോട് ആ ബംഗ്ലാവിൽ താമസിക്കാൻ വേണ്ടി അവളും ഇങ്ങോട്ട് എത്തുവാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നായകന്റെ ഒരു മാല നായകൻ നോട്ട് ചെയ്യുവാണ്. ആ മാലേന്റെ ലോക്കറ്റില് മാർഗരറ്റിന്റെയും കാതറിന്റെയും ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അത് കാണിച്ചിട്ട് നീയാണപ്പോ കാതറെന്ന് ചോദിക്കുന്ന സമയം അവൾ കാര്യങ്ങളെല്ലാം നായകനോട് പറയാൻ തുടങ്ങുവാണ്. കാതറിന്റെ അമ്മ പൈസയ്ക്ക് വേണ്ടി മാർഗരറ്റിന് കാതറിനെ വിറ്റതായിരുന്നു. അങ്ങനെ കാതറിന് അവരുടെ കൂടെ ജീവിച്ചു വരുന്ന ആ സമയത്ത് മകളെ തിരിച്ചു വേണം തോന്നിയിട്ട് അവളുടെ അമ്മ അവിടേക്ക് എത്തി അവളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് അന്ന് നടന്ന കാര്യങ്ങളല്ല അവളുടെ അമ്മ ഇവൾക്ക് പറഞ്ഞു കൊടുത്തത്. സോ ഇപ്പൊ ഇവിടേക്ക് എത്തി ബംഗ്ലാവൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയാണ് ശരിക്കും താൻ ഇവിടേക്ക് എത്തിയെന്നുള്ള കാര്യവും ഇപ്പൊ നായിക തുറന്നു പറയുന്നു. ഇതെല്ലാം കേട്ട നായകനാണെങ്കിൽ അന്ന് നായകന് കിട്ടിയ പസിൽസ് എല്ലാം ഇപ്പൊ അവൾക്ക് കാട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് ഇതാ ഇതിലേക്കുള്ള ക്ലൂ ആണെന്നൊക്കെ പറഞ്ഞ് അത് സോൾവ് ചെയ്യാനൊക്കെ നായകൻ ശ്രമിക്കുകയാണ്. ഇതേസമയം തന്നെ ആ റിട്ടേൺ മ്യൂസിക്കിന്റെ പേപ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെയുള്ള ക്ലോക്കിലേക്കാണെന്ന് ഈ സമയത്ത് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ക്ലോക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൽ നിന്ന് ഒരു ബുക്ക് കിട്ടുന്നു. അങ്ങനെ ആ ബുക്ക് തുറന്നു നോക്കുമ്പോൾ അതിൽ നിന്ന് അവർക്കൊരു കീയും കിട്ടുവാണ്. അങ്ങനെ ഇപ്പൊ ആ കീ അവിടെയുള്ള എന്തെങ്കിലും ഷെൽഫിന്റെ ആയിരിക്കും എന്ന് മനസ്സിലാക്കി നമ്മുടെ നായകനും നായികയും കൂടി ആ റൂം മുഴുവൻ അയച്ചു കൊടുക്കുന്ന സമയം കാതറിൻസ് കാസ്റ്റിൽ എന്ന് പറയുന്ന ഒരു ഷെൽഫ് അവർക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഇപ്പൊ അത് ആ കീ ഉപയോഗിച്ച് അവർ തുറക്കുവാണ്. അങ്ങനെ ഇപ്പൊ അതിനകത്ത് നിന്ന് അവർക്ക് കിട്ടുന്നത് ഒരു മാപ്പായിരുന്നു. അതിപ്പോ ഈ ബംഗ്ലാവിന്റെ ഓണറായ മാത്യു മുതലാളി താമസിച്ചുകൊണ്ടിരുന്ന ആ ബിൽഡിംഗിന്റേതായിരുന്നു. അങ്ങനെ ഇപ്പൊ അതെല്ലാം മനസ്സിലാക്കിയ നായകനും നായികയും കൂടി അടുത്ത സീനില് അതായത് മാത്യു ഇല്ലാത്തൊരു സമയം നോക്കി അയാളുടെ ബിൽഡിംഗിലേക്ക് എത്തി അവർക്ക് കിട്ടിയ പസിൽസ് ഉപയോഗിച്ച് ഓരോ ക്ലൂസ് സോൾവ് ചെയ്ത് അങ്ങനെ നീതിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ആ പസിലിന്റെ ലാസ്റ്റ് സ്റ്റേജും കൂടി കംപ്ലീറ്റ് ആക്കുമ്പോൾ അവർക്കൊരു അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വഴി കിട്ടുന്നു. അങ്ങനെ ഇപ്പൊ അവിടേക്ക് ഇറങ്ങി ചെന്ന് അവിടെ മുഴുവൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെ നിന്ന് നല്ലൊരു ബോക്സ് കിട്ടുവാണ്. അങ്ങനെ ഇപ്പൊ സൈമൺ അത് തുറന്നു നോക്കുന്നു. അപ്പൊ അതിനകത്ത് നിന്ന് ആ വിലയെടുപ്പുള്ള ആ റൂബി ഡയമണ്ട് അവന് കിട്ടുവാണ്. അതായത് അവസാനം കഷ്ടപ്പെട്ട് അവർ ആ നിധി കണ്ടെത്തി. ഇതായിരുന്നു മാർഗരറ്റ് കാതറിന് വേണ്ടി കരുതി വെച്ചിരുന്ന ആ ഡയമണ്ട്. അങ്ങനെ ഇപ്പൊ ഇത് കിട്ടിയ ഉടനെ തന്നെ നായകന്റെ പുറകെ നിൽക്കുന്ന സ്റ്റെല്ലയാണെങ്കിൽ ഒരു ആയുധം വെച്ച് നായകനെ കുത്തിക്കൊല്ലാൻ തുടങ്ങുന്നു. അവൾ എങ്ങനെയാണ് ഈ നിധി അന്വേഷിച്ചു വന്ന നായകന്റെ ഫ്രണ്ടിനെ കൊന്നത് അതേപോലെ. സോ ഇപ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. ആ നിധി അന്വേഷിച്ചു വന്ന നായകന്റെ ഫ്രണ്ടിനെ ഇവിടെ വെച്ച് കൊന്നത് ഈ സ്റ്റെല്ലയായിരുന്നു. എന്നാൽ ഈ കാര്യം നേരത്തെ തന്നെ നമ്മുടെ നായകൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ നായകൻ അതേപോലെ അവൾ കൊല്ലാൻ വേണ്ടി വരുന്ന സമയം നായകൻ അവളെ തടയുവാണ്. ഇതേ സമയം തന്നെ നായകന്റെ കയ്യിലിരിക്കുന്ന ഡയമണ്ട് തട്ടിപ്പറിച്ച് സ്റ്റെല്ല അവിടുന്ന് ഓടുവാണ്. നായകനും വിട്ടുകൊടുക്കുന്നില്ല. നായകൻ അവളെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടുന്നു. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന നായകൻ ഈ സമയത്ത് വഴിയിൽ വെച്ച് ഒരു ആദിവാസിയെ ആക്രമിക്കുവാണ്. ഇയാള് സ്റ്റെല്ലയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവളുടെ വർക്കറായിരുന്നു. ഇയാളുടെ സഹായത്തോടെയാണ് അന്ന് നായകന്റെ ഫ്രണ്ടിനെ കൊന്ന് അവൾ ആ മണ്ണിനടിയിൽ അവനെ കുഴിച്ചിട്ടത്. താൻ പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നെ കൂടെ നിൽക്കുവാണെങ്കിൽ ഒരുപാട് ഡ്രഗ്സ് നിനക്ക് തരാമെന്ന് സ്റ്റെല്ല അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് അവൻ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി അവളെ കൂടെ നിന്നത്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകൻ അവനെ ആക്രമിക്കാൻ വേണ്ടി വന്ന ആ ആദിവാസിനെ അടിച്ച് ബോധം കെടുത്തി അവിടുത്തെ മരത്തിൽ കെട്ടി തൂക്കുന്നു. അതിനുശേഷം വണ്ടിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്ന നായകനെ അവൻ
എല്ലാം തടയുവാണ്. ഇപ്പോഴാണ് നായിക വില്ലത്തിയാണെന്നുള്ള കാര്യം നായകൻ ഇങ്ങനെ കണ്ടെത്തിയെന്ന് പറയുന്നത്. അന്ന് ഈ ഏരിയയിലേക്ക് റീസായ ഉടനെ തന്നെ നായകൻ ഇവിടുത്തെ ഹോട്ടൽ മുതലാളിന്റെ മകളെടുത്തിയെന്ന് ഈ ബംഗ്ലാവിനെ പറ്റിയും ഈ ബംഗ്ലാവിനെ പറ്റിയുള്ള ചില കാര്യങ്ങളെ പറ്റി എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് റീസെന്റ് ആയിട്ട് ഇവിടേക്ക് എത്തിയ നായകന്റെ ഫ്രണ്ടിനെ പറ്റിയും നായകൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടേക്ക് ആ ചേട്ടൻ എത്തിയതിനു ശേഷം ആ ചേട്ടന്റെ കൂടെ ഒരു ചേച്ചിനെ കണ്ടായിരുന്നുവെന്ന്. ഒരു ഫോട്ടോഗ്രാഫറായ ചേച്ചി. അവര് പല സമയത്ത് ഒരുമിച്ചിരിക്കുന്നതായിട്ടും ആ ബംഗ്ലാവിനെ പറ്റി ചർച്ച ചെയ്യുന്നതായിട്ടും ആ പെൺകുട്ടി കണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അതിനെപ്പറ്റി നായകനെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ അതെല്ലാം ആദ്യം തന്നെ അറിഞ്ഞുകൊണ്ടാണ് നായകൻ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചതിയിൽ വീഴാതെ രക്ഷപ്പെട്ടത്. പിന്നെ സ്റ്റെല്ല ക്യാതറിനാണെന്നൊക്കെ പറഞ്ഞത് അത് വെറും കെട്ടുകഥയായിരുന്നു. അവനെ കൊണ്ട് അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് മാർഗരറ്റിന്റെയും ക്യാതറിന്റെ ഒരു ഫോട്ടോ എല്ലാം വെച്ച ആ മാല നായകൻ കാണുന്ന പോലെ അവളൊരു സാഹചര്യം ഉണ്ടാക്കിയത്. ശരിക്കും സ്റ്റെല്ല എവിടേക്ക് വന്നത് ആ ഡയമണ്ട് കണ്ടെത്തിയ സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു. അന്ന് ക്യാതറിനെ കാണാതെ ആ സ്ഥലത്ത് വെച്ച് ആ ബോക്സ് കിട്ടിയ നായകന്റെ കൂട്ടുകാരനെ അവൾ കൊന്നു കളയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അതിലെ ക്ലൂസ് ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച് അങ്ങനെ നിധി കണ്ടെത്താനായിരുന്നു അവളുടെ പ്ലാൻ. എന്നാൽ അവനെ കൊന്നു കുഴിച്ചു മൂടിയതിനു ശേഷമാണ് നായിക സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ നായികയ്ക്ക് മനസ്സിലാവുന്നു അതത്ര ഈസി അല്ലാന്ന്. അങ്ങനെ നായികയാണ് ആ ബോക്സ് അവിടെ തന്നെ തിരികെ വെച്ചത്. അതിനുശേഷം അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി നായകൻ വന്നപ്പോ എന്നാൽ ഇയാൾ കണ്ടുപിടിക്കുന്നതിനും വരെ അയാളെ കൂടെ നിൽക്കാം. അങ്ങനെ അയാളെ കണ്ടുപിടിക്കുവാണെങ്കിൽ അയാളെ തീർത്ത് കളഞ്ഞ് ആ ഡയമണ്ട് സ്വന്തമാക്കി കടന്നു കളയാന്നാണ് നായിക പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇപ്പൊ ഇതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും അവളുടെ പ്ലാനിങ് എല്ലാം തകർന്നില്ലേ. അങ്ങനെ ഇപ്പൊ ഡയമണ്ടും കൊണ്ട് പോകാൻ ശ്രമിച്ച നമ്മുടെ നായകൻ തടയുവാണ്. അങ്ങനെ ഇപ്പൊ അവർ തമ്മിൽ ഫൈറ്റ് ആവുന്നു. ആ ഫൈറ്റിനൊടുവിൽ നായികയ്ക്ക് ഒരുപാട് തല്ലെല്ലാം കൊടുത്ത് നായകനെ അവൻ അവിടെയുള്ള ഒരു മരത്തിലെ പിടിച്ചു കെട്ടുവാണ്. അതിനുശേഷം അവളുടെ കയ്യിലുള്ള ആ ഡയമണ്ടും വാങ്ങി നായകൻ അവിടുന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ മൂവി കണ്ട നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ ത്രില്ലിംഗ് മൂവീസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.